ഓം ശാന്തി. ജ്ഞാനസാഗരമായ പതീത പാവനനായ ശിവബാബ ജ്ഞാനം നൽകി എന്നെ പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റുന്നു. ഞാനിപ്പോൾ രാജയോഗിയാണ്. ബാബയിൽ നിന്നും രാജയോഗത്തിൻ്റെ ജ്ഞാനം നേടി ഞാൻ സ്വർഗത്തിൻ്റെ രാജ്യഭാഗ്യം പ്രാപ്തമാക്കുകയാണ്. ജ്ഞാനം ലഭിച്ചപ്പോൾ ഞാൻ വിവേകശാലി ആത്മാവായിരിക്കുകയാണ്. പുതിയ ലോകമായ സ്വർഗത്തിൻ്റെ രാജധാനി ബാബ എനിക്ക് സമ്പത്തായി നൽകുന്നു. ഞാനിപ്പോൾ ബ്രാഹ്മണനിൽ നിന്നും ദേവതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വൈജയന്തി മാലയിലെ മണിയാണ്. ഞാനിപ്പോൾ എൻ്റെ ബുദ്ധിയോഗം ഒരേ ഒരു ശിവബാബയിൽ ഏകാഗ്രമാക്കുന്നു. ബാബയുടെ ശക്തിശാലി കിരണങ്ങൾ ആത്മാവായ എൻ്റെ ഉള്ളിൽ നിറയുകയാണ്. ബാബയുടെ കിരണങ്ങൾ എന്നെ പവിത്രമാക്കുന്നു, സതോ പ്രധാനമാക്കുന്നു. എൻ്റെ യഥാർത്ഥ ധർമ്മം ആദി സനാതന ദേവീ ദേവതാ ധർമ്മമാണ്. ഞാനിത് ശരിയായ രീതിയിൽ തിരിച്ചറിയുന്നു. പവിത്രതയുടെ ശക്തി നിറച്ച് ഞാൻ വീണ്ടും
ദേവതയായി മാറുകയാണ്. ഭാവിയിലെ എൻ്റെ ശ്രേഷ്ഠ പദവിയുടെ, ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ ആധാരം തന്നെ ഈ ബ്രാഹ്മണ ജന്മത്തിലെ എൻ്റെ ശ്രേഷ്ഠ കർമ്മമാണ്, ശ്രേഷ്ഠ പുരുഷാർത്ഥമാണ്. സ്വയം ഭഗവാൻ തന്നെ വന്ന് പഠിപ്പിച്ച് യോഗ്യനാക്കി മാറ്റുന്ന സമർത്ഥ ആത്മാവാണ് ഞാൻ. ബാബ പഠിപ്പിക്കുന്ന ഈ പഠിത്തം ഞാൻ സ്വയം പഠിച്ച് ബുദ്ധിയിൽ ധാരണ ചെയ്ത് മറ്റാത്മാക്കൾക്കും മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഞാൻ നിസ്വാർത്ഥ സേവാധാരിയാണ്, നിരഹങ്കാരിയാണ്. സർവാത്മാക്കളുടെയും സ്നേഹവും ആശീർവാദവും ആദരവും നേടുന്ന ശ്രേഷ്ഠാത്മാവാണ് ഞാൻ. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെ മനസ്സിലാക്കിയ ഞാൻ സ്വദർശന ചക്രധാരിയാണ്. സദാ സ്വദർശന ചക്രം കറക്കി 5 ദുർവികാരങ്ങളാകുന്ന രാവണന്റെ ശിരസ്സുകളെ ഞാൻ ഓരോന്നായി നിഗ്രഹിക്കുകയാണ്.
ബ്രാഹ്മണാത്മാവായ ഞാൻ ശിവ് ബാബ സ്ഥാപിച്ച ഈ രുദ്രഗീതാജ്ഞാന യജ്ഞത്തിൻ്റെ സംരക്ഷകനാണ്. പരിധിയില്ലാത്ത അച്ഛനായ ശിവ് ബാബയിൽ നിന്നും ഞാൻ അരക്കൽപ്പത്തേക്കുള്ള സുഖത്തിൻ്റെ സമ്പത്താണ് നേടുന്നത്. ഇനിയുള്ള അരക്കൽപ്പം ഞാൻ സുഖധാമത്തിലാണ്. പതീത പാവനനും വഴികാട്ടിയുമായ ബാബ വന്ന് ഇപ്പോൾ എന്നെ പാവനമാക്കി തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. എൻ്റെ ബുദ്ധിയോഗം ഞാൻ ശിവ് ബാബയിൽ ഏകാഗ്രമാക്കുന്നു. ഒരേ ഒരു ബാബയുടെ ഓർമ്മയിൽ ഞാനിപ്പോൾ മഗ്നമാവുകയാണ്. ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുകയാണ്. ബാബയുടെ ഓർമ്മയിൽ ലയിച്ചിരിക്കുമ്പോൾ എൻ്റെ മനസ്സും ബുദ്ധിയും അചഞ്ചലമാണ്. എൻ്റെ ആന്തരിക സ്ഥിതി ദൃഢമാണ്. ഈ ഡ്രാമയിലെ ഓരോ സീനുകളും ഓരോ ആത്മാവിൻ്റെ പാർട്ടുകളും വേറിട്ട് നിന്ന് നോക്കിക്കാണുന്ന സാക്ഷി ദൃഷ്ടാവാണ് ഞാൻ.
ബാബയുടെ സ്നേഹത്തിൽ മഗ്നമായി സാക്ഷി ദൃഷ്ടാവിൻ്റെ സീറ്റിലിരുന്ന് ഞാൻ എൻ്റെ മനസ്സിനെ ഏകരസസ്ഥിതിയിൽ സ്ഥിതി ചെയ്യിപ്പിക്കുകയാണ്. ബാബയുടെ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ, ആശീർവാദത്തിൻ്റെ കൈകൾ സദാ എൻ്റെ ശിരസിന് മുകളിൽ ഞാൻ അനുഭവം ചെയ്യുന്നു. ഞാൻ നിശ്ചിന്ത ആത്മാവാണ്. ഞാൻ ഭാഗ്യശാലിയാണ്. എൻ്റെ ശ്രേഷ്ഠ ഭാഗ്യം സുനിശ്ചിതമാണ്. ഞാൻ ദൃഢനിശ്ചയമുള്ള ആത്മാവാണ്. സദാ വിജയിയാണ്.